ഇനി നിങ്ങൾക്ക് ഹെട്രോ ന്യൂക്ലിയർ ആറ്റം മോളിക്യൂൾസിൻ്റെ കേസസ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് CO മോളിക്യൂളും NO മോളിക്യൂളും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഹെട്രോയിൽ വരുമ്പം എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. അപ്പം മൊത്തത്തിൽ പറയുന്നത് നമുക്ക് കാർബൺ മോണോക്സൈഡിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ CO മോളിക്യൂളാണ് അല്ലേ. അപ്പോൾ ഒരു കാർബണും ഒരു ഓക്സിജൻ ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമുക്ക് എഴുതണ്ടേ, കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് മോളിക്കുലർ ഓർബിറ്റിൽ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അതെന്താണ്? 1s, നമുക്കറിയാം 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 1s2 2s2 2p2 വരും അല്ലേ. നെക്സ്റ്റ് ഓക്സിജൻ ആറ്റം 8 ഇലക്ട്രോൺസ് ആണ്. അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 1s2 2s2 2p4 വരും അല്ലേ. ഇനി നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുക. അതിൽ ഫസ്റ്റ് ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാർബണെയും നെക്സ്റ്റ് സൈഡിൽ ഓക്സിജൻ ആറ്റത്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈഡിൽ കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് വെക്കാം, അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്ത് വെക്കാം. അപ്പം 1s2 ഫില്ലാണ്, 2s2 ഫില്ലാണ്, 2pയിൽ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പം 1 2. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓക്സിജൻ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്സിജൻ എന്താണ്? 1s2 കംപ്ലീറ്റ്ലി ഫില്ലാണ്, 2s2 കംപ്ലീറ്റ്ലി ഫില്ലാണ്, 2p6 ആണല്ലേ, 2p4 ആണ്. സോ 4 ഇലക്ട്രോൺസിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇനി ഇവിടെ നമുക്ക് പെയറിങ് മാത്രമാണ് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയും നമ്മൾ റൂൾസ് അനുസരിച്ച് വേണം പെയറിങ് നടത്താൻ. അപ്പോൾ പെയറിങ് എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്നൊരു റഫ് ഡയഗ്രാം വരച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ കാർബൺ ആറ്റവും റൈറ്റിൽ ഓക്സിജൻ ആറ്റവും ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2pz കുറച്ച് ഹയർ ആയിരിക്കും ദാൻ 2px ആൻഡ് 2py. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രോൺസ് എങ്ങനെ പെയറിങ് വരും എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഡീജനറേറ്റ് സെറ്റിൽ ഓരോ ഇലക്ട്രോൺസിന് കൊടുത്ത ശേഷം മാത്രമേ പെയറിങ് നടക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് സിഗ്മാൻ്റെ ഡീജനറേറ്റ് സെറ്റ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഈ ഇലക്ട്രോൺ എവിടെ ആയിരിക്കും വരിക? ഈ ഷെല്ലിലായിരിക്കും വരിക. സെക്കൻഡ് ഇവിടുത്തെ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് വരും? പെയറിങ് അല്ല ആദ്യം നടക്കുക, ഡീജനറേറ്റ് സെറ്റിൽ ഈക്വൽ ആയിട്ട് കൊടുക്കും. നെക്സ്റ്റ് അടുത്ത നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു എനർജി ലെവൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് അടുത്ത എനർജി ലെവലിലേക്ക് പോവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം സെക്കൻഡ് എന്ത് വരും? ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എടുത്തു, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എടുത്തു. നമ്മുടെ നെക്സ്റ്റ് ഇലക്ട്രോൺ അപ്പം ഇനി എങ്ങോട്ടേക്കായിരിക്കും പോവുക? ഇവിടേക്കായിരിക്കും പോവുക. അതായത് പൈ 2pxലേക്കായിരിക്കും പോവുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർഡായി ഇങ്ങോട്ടേക്ക് പോയി. ഇനി അടുത്ത ഏത് ഇലക്ട്രോണാണ്? ഈ ഇലക്ട്രോൺ ആണല്ലേ. ഈ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോവും? ഇവിടേക്ക് പോവും. പെയറിങ് നടക്കും. ഇപ്പോൾ ഈ എനർജി ലെവൽ നമുക്ക് സെറ്റായി, സ്പിന്ന് രണ്ടും ഓപ്പോസിറ്റായി, ഈ ഡീജനറേറ്റ് സെറ്റും കംപ്ലീറ്റ്ലി ഫിൽഡായി. ഇനി ബാക്കി എന്തുണ്ട്? ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോവും? ഓട്ടോമാറ്റിക്കലി ഇസഡിലേക്ക് പോവും. സെക്കൻഡ് ഇലക്ട്രോണും ഈ എനർജി ലെവൽ ഫില്ലായതിന് ശേഷമേ ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ നടക്കും? പെയറിങ് നടക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പി ഷെല്ലിലെ കേസിലെ മോളിക്കുലർ ഓർബിറ്റലിൻ്റെ കേസ് പെയറിങ് നടക്കുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോണ്ട് ഓർഡറും എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? ബോണ്ട് ഓർഡറും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ എന്താണ്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 3 കിട്ടും. അപ്പോൾ എന്ന് പറയുന്ന ഹൈ പോസിറ്റീവ് വാല്യൂ ആണല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഹൈലി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മോളിക്യൂളും ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഡൈമാഗ്നറ്റിക് ആയിരിക്കും. ഇതേ കേസ് ആയിരിക്കും NO മോളിക്യൂളിനും നടക്കുക. NO മോളിക്യൂളിനും സെയിം തന്നെയാണ്. നിങ്ങൾ അതൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. 3 റൂൾസ് വെച്ചിട്ടായിരിക്കും ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആവുക. അതിന് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരച്ചതിന് ശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതുക. എന്നിട്ട് ബോണ്ട് ഓർഡറും അതുപോലെ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കണ്ടുപിടിക്കുക. ഓക്കെ,
അപ്പോൾ നമ്മൾ പഠിച്ച മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ മോളിക്യൂൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയായിരുന്നു? ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമുക്ക് ബോണ്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. സോ ദീസ് ആർ ദ 3 ആപ്ലിക്കേഷൻ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇനി ഇതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ജസ്റ്റ് ഡയാറ്റോമിക് മോളിക്യൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂൾ എന്നിട്ട് കണ്ടുപിടിക്കാൻ മാത്രമല്ല പറയുക, ഇതിൻ്റെ അയോൺ സ്റ്റേറ്റും കൂടി തരും. അതായത് ഇപ്പോൾ ചിലപ്പം H2ൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി H2+ തരും, അല്ലെങ്കിൽ H2+ തരും, അല്ലെങ്കിൽ H2- തരും. അങ്ങനെ മോളിക്യൂൾസ് അയോൺ സ്റ്റേറ്റിലും തരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് സിലബസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മോളിക്യൂൾസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓക്സിജൻ മോളിക്യൂളിൻ്റെ കേസാണ്. കൂടുതലും ഓക്സിജൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ അയോൺ സ്റ്റേറ്റിൻ്റെയും മോളിക്കുലർ ഓർബിറ്റൽ കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് മോളിക്യൂളും ചോദിക്കാം, കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കമ്പാരിസൺ നടത്തി അതിൻ്റെ ബോണ്ട് ഓർഡറും എനർജി ലെവലും എനർജി സ്റ്റേറ്റ് ഒക്കെ ചോദിക്കാനും അതിൻ്റെ കമ്പാരിസൺ നടത്തി അതിനെ സ്റ്റഡി ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ കമ്പാരിസൺ ഓക്സിജൻ മോളിക്യൂളിൻ്റെയാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഏത് മോളിക്യൂളിനെ നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു മോളിക്യൂൾ എന്നാൽ അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതുക. എന്നിട്ട് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഡയഗ്രാം വരയ്ക്കും. അത് വരച്ചു കഴിഞ്ഞ് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ബോണ്ട് ലെങ്ത്തും അറിയാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് O2ൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ O2ൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഓക്സിജൻ മോളിക്യൂൾസും അതിൻ്റെ കുറച്ച് അയോൺസും എടുത്തിട്ടുണ്ട്. അതായത് O2 എടുത്തിട്ടുണ്ട്, O2+, O2-, O2-. ഓക്കെ, ഇങ്ങനെ 1, 2, 3, 5 അല്ലേ? 5 ഓക്സിജനും അതുപോലെ തന്നെ അതിൻ്റെ അയോൺസും, മൊത്തം 5 മോളിക്യൂളിൻ്റെയാണ് നമ്മൾ കമ്പാരിസൺ നടത്താൻ പോണേ. അപ്പോൾ അതിൻ്റെ ബോണ്ട് ലെങ്ത്തും മാഗ്നറ്റിക് ബിഹേവിയറും ബോണ്ട് എനർജിയും തമ്മിലുള്ള കമ്പാരിസനാണ് നടത്താൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ O2 മോളിക്യൂളാണ് എടുക്കുന്നത് അല്ലേ? O2 മോളിക്യൂൾ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചതുമാണ്. ഇതിനകത്ത് എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 8 + 2 8 16 ഇലക്ട്രോൺസ് വരും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ബോണ്ട് ഓർഡർ 2 ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും 2 ആണ്. ഇനി O2+ എന്ന് പറയുമ്പോൾ എന്ത് മോളിക്യൂൾ വരും? ഒരു പ്ലസ് അയോൺ ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഒരു ഇലക്ട്രോൺ അത് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പം 15 ആയിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2+ ആകുമ്പോൾ എന്താവും? 2 ഇലക്ട്രോൺസ് കുറവായിരിക്കും, അപ്പോൾ 14. ഇനി അതുപോലെ O2- ആകുമ്പം ഒരു ഇലക്ട്രോൺ കൂടുതലായിരിക്കും, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം 17 ആകും. 2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് കൂടും, സോ 18. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ആറ്റത്തിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബോണ്ട് ഓർഡറും അൺപെയർഡ് ഇലക്ട്രോൺസും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ സ്റ്റഡി ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എല്ലാത്തിൻ്റെയും ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ചല്ലേ? അപ്പോൾ ബോണ്ട് ഓർഡർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ പോവാണ്. അപ്പോൾ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ O2+ ഗ്രേറ്റർ ദാൻ O2+, ഗ്രേറ്റർ ദാൻ O2, ദെൻ O2-, ദെൻ O2-, എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ എഴുതി, ബോണ്ട് ഓർഡറിൻ്റെ ഓർഡർ എഴുതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു, ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും കൂടുതലായിരിക്കും അല്ലേ? അപ്പം നമുക്ക് സെയിം ഓർഡർ തന്നെ ആയിരിക്കും എന്തിനും വരിക? എനർജിക്കും വരിക. അപ്പം എനർജി ഓർഡർ, ഡിക്രീസിങ് എനർജി ഓർഡർ എന്ന് പറയുന്നത് സെയിം ആസ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ഓർഡർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിഗ്നിഫിക്കൻസ്, ബോണ്ട് ഓർഡറിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ആകുമ്പോൾ ബോണ്ട് ലെങ്ത് എന്താവും? സ്മോളർ ആയിരിക്കും അല്ലേ? അപ്പം
ഇത് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ O2 2+ ലെസ് ദാൻ O2 പ്ലസ് ലെസ് ദാൻ O2 ലെസ് ദാൻ O2 മൈനസ് ലെസ് ദാൻ O2 2- ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കമ്പാരിസനെ ഈസി ആയിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു ഫിഗർ വഴി റെപ്രസെൻറ്റ് ചെയ്യാം. എന്തായിരിക്കും, നമ്മൾ ഓർഡർ എഴുതി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകുമ്പം ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ലെങ്ത് ആയിരിക്കും ഈ സ്റ്റേറ്റിൽ. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ബോണ്ട് സ്ട്രെങ്ത്തും കുറവായിരിക്കും ഇങ്ങോട്ട്. അതായത് O2 2- O2 2+ലേക്ക് പോകുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും, അതുപോലെ ബോണ്ട് എനർജി ഇൻക്രീസ് ചെയ്യും. നേരെ തിരിച്ചായിരിക്കും ബോണ്ട് ലെങ്ത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് അതായത് നമുക്ക് ഇപ്പം ഇതിൻ്റെ ഫൈനൽ, അതായത് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു മോളിക്യൂളിൻ്റെയും മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, അതിൻ്റെ ബോണ്ട് ലെങ്ത്തും ബോണ്ട് ഓർഡറും അതുപോലെ തന്നെ ഡിസോസിയേഷൻ എനർജിയും ഒക്കെ കമ്പാരിസൺ നടത്തി ഏതിനാണ് കൂടുതൽ അല്ലെങ്കിൽ കുറവെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എളുപ്പമാണ് നമുക്ക് നമ്പർ ഓഫ് അൺപെയ്ഡും പെയ്ഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയറും കൂടി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും.